ഹലോ നമസ്കാരം. GSM ഷോപ്പിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് കോളുകൾ എളുപ്പത്തിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാം. ഒരുപക്ഷെ നിങ്ങളിൽ പലരുടെയും ഒരു വിചാരമുണ്ട്, വാട്സപ്പ് കോളുകൾ വളരെ സുരക്ഷിതമാണ്, അത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, സാധാരണ വോയിസ് കോളിനേക്കാൾ നല്ല സുരക്ഷിതമാണ്, അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇനി റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർസ്, തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണെങ്കിൽ പോലും അത് അത്ര സക്സസ്സൊന്നുമല്ല. റെക്കോർഡ് ചെയ്താലും സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് എങ്ങനെ എളുപ്പത്തിൽ റെക്കോർഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വാട്സപ്പ് നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളെ വിളിച്ച ശേഷം അവർ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കാം, ചിലപ്പം മോശം ഉദ്ദേശം ദുരുദ്ദേശത്തോടുകൂടി ആയിരിക്കാം റെക്കോർഡ് ചെയ്യുന്നത്. കൂടുതലും ദുരുദ്ദേശമാകാനാണ് സാധ്യത. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ ആരും ശ്രദ്ധിക്കുകയില്ല, റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് എന്തും ആൾക്കാർ വെട്ടി തുറന്ന് പറയും. അപ്പോൾ അതൊരു പ്രൂഫായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പല കാര്യത്തിനും ഉപകരിക്കാം എന്നതിനെപ്പറ്റി ചിന്തിച്ച് അവരങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിളിക്കുന്ന ഫ്രണ്ട് അവരുടെ കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടറിലേക്കോ കമ്പ്യൂട്ടറിലെ QR കോഡ് സ്കാൻ ചെയ്ത് ഈ ഫോണിലെ വാട്സപ്പും കമ്പ്യൂട്ടറിലെ വാട്സപ്പും തമ്മിൽ ലിങ്ക്ഡ് ആക്കും. അതിനുശേഷം ലിങ്ക് ചെയ്ത ശേഷം എപ്പോഴാണോ നമ്മളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴത്തേനും ഒന്നെങ്കിൽ വിളിക്കുന്നയാളും ഫ്രണ്ടും കൂടെ ഒരേ സമയത്ത് ഓൺലൈനിൽ വരികയും ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് അവരുടെ നമ്മളെ വിളിക്കുന്ന ആളുടെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് വഴി നമ്മൾ വിളിക്കുകയും നമ്മൾ ആ കോൾ അറ്റൻഡ് ചെയ്യുകയും ആ സമയത്ത് രണ്ടു പേർക്കും നമ്മളെ വിളിക്കുന്ന ആളുടെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടറിലും ഈ വോയിസ് കേൾക്കാൻ പറ്റും. ആ സമയത്ത് എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏത് കമ്പ്യൂട്ടറായിട്ടാണോ കണക്ട് ചെയ്തേക്കണേ ആ കമ്പ്യൂട്ടറിൽ ഒരു സ്പീക്കർ സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സ്പീക്കർ സിസ്റ്റത്തെ ഇച്ചിരി വോളിയം കൂട്ടി എവിടെയെങ്കിലും മാറ്റി വെച്ച് ഇച്ചിരി വോളിയം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു റെക്കോർഡിംഗ് വോയിസ് ഡിവൈസോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ റെക്കോർഡ് ഓപ്ഷൻ ഞെക്കി അവിടെ വെച്ചേക്കുവാണെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ അറിയാൻ പറ്റില്ല. പിന്നെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? വിളിക്കുന്ന ആൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. അതിന് പകരം വരുന്ന കോള് കട്ട് ചെയ്ത ശേഷം, വരുന്ന വാട്സപ്പ് കോളുകൾ, വോയിസ് കോളുകൾ കട്ട് ചെയ്ത ശേഷം തിരിച്ചു വിളിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിൽ കിട്ടില്ല, അവരുടെ ഫോണിൽ മാത്രമേ കിട്ടുള്ളൂ. സ്പീക്കർ ഫോൺ എത്ര കൂട്ടി വെച്ചാലും ഒരു പരിധി കൂടുതൽ, സ്റ്റാൻഡേർഡ് ഫോണുകളൊക്കെയാണ് ഒരു പരിധി കൂടുതൽ വോയിസ് ഒന്നും കിട്ടത്തില്ല. അപ്പം വേറെ ഫോൺ വഴി റെക്കോർഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കിട്ടുവാണെങ്കിൽ ചെറിയൊരു സൗണ്ടിൽ കിട്ടുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ കട്ട് ചെയ്യുന്നത് അവർക്കൊരു അവർ കള്ളത്തരം ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്, കള്ളത്തരം ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് തന്നെ അവരും കട്ട് ചെയ്ത്, അപ്പോൾ നമ്മളുടെ കാര്യം അവരെ അറിഞ്ഞോ അങ്ങനെയൊക്കെ ഡൗട്ട് വരും. അപ്പോൾ വരുന്ന കോളുകൾ നമ്മൾ മാക്സിമം ബെല്ലടിച്ച് തീരുന്നവരെ കാത്തിരുന്ന ശേഷം വീണ്ടും തിരിച്ചു വിളിക്കുക. അപ്പോൾ അവർക്ക് സംശയം തോന്നില്ല, നമ്മളുടെ സംസാരം വളരെ സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പം വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി.